ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിദാസ് റെസിപ്പീസ്. നമ്മളിന്ന് ഗ്ലിറ്ററിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നോക്കുന്നത്. ഹോം മെയ്ഡ് ഗ്ലിറ്ററാണ് നമ്മളിന്ന് റെഡിയാക്കുന്നത്. അപ്പോൾ നമ്മൾ കേക്കിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഗ്ലിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ വീട്ടിൽ തന്നെ റെഡിയാക്കാൻ പറ്റും. ജെലാറ്റിനോ ചൈന ഗ്രാസ് ഒന്നും വേണ്ട. നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് അടിപൊളി ഗ്ലിറ്റർ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. വീഡിയോയിലോട്ട് പോവാം. നമ്മൾ ഈ ഒരു ഗ്ലിറ്റർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ചൈന ഗ്രാസോ ജെലാറ്റിനോ ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. നമ്മൾ വീട്ടിൽ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് മാത്രമാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 1 കപ്പ് അല്ലെങ്കിൽ 1/4 കപ്പ് ആ ഒരു അളവിലെടുത്താൽ മതി കേട്ടോ. വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കോൺഫ്ലോർ നമ്മുടെ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടണം. അതുവരെ ഒന്ന് മിക്സാക്കി എടുക്കുക. കട്ട കെട്ടാൻ പാടില്ല കേട്ടോ. നന്നായിട്ട് സ്മൂത്തായിട്ട് അലിഞ്ഞ് കിട്ടണം. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി 2-3 വിധം കളർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിതൊന്ന് റെഡിയാക്കിയതിന് ശേഷം ലാസ്റ്റിലൊന്ന് കളർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ ഒരു കളർ മാത്രം വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ കളർ ആഡ് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. കളർ കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതിന് സ്റ്റൗവിലോട്ട് ഞാനിതൊന്ന് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് തിളക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചൂടായി വന്ന് തിളക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ കളറൊന്ന് മാറിക്കിട്ടും കേട്ടോ. ഈ ഒരു പൊടിയുടെ കളറൊക്കെ മാറിയിട്ട് നല്ലൊരു വാട്ടറിൻ്റെ കളറായി മാറും. കണ്ടില്ലേ, നല്ലൊരു കളറായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പം ഒരു 2 മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ 2-3 മിനിറ്റ് ഞാൻ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമുക്ക് കിട്ടേണ്ടത്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1-2 ഡ്രോപ്പ് വാനില എസൻസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്, നിർബന്ധമൊന്നുമില്ല. അതിന് ശേഷം നമുക്ക് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറാണ് വേണ്ടത്. അപ്പോൾ HP ഷീറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കാം. അതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ സാധാരണ യൂസ് ചെയ്യുന്ന ഇതുപോലുള്ള കവറുകളുണ്ടല്ലോ, അതെടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ ഇതുപോലുള്ള കവറാണ് എടുത്തിട്ടുള്ളത്. അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള HP ഷീറ്റ് എടുത്താലും മതി. ഇനി നമ്മൾ ഈ ഒരു കവറ് വെച്ചതിന് ശേഷം ഇതിന് മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കോൺഫ്ലോറിൻ്റെ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതൊന്ന് തണുത്തതിന് ശേഷമാണ് കേട്ടോ ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. തിന്നായിട്ട് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. അങ്ങനെ ആകുമ്പം പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇതുപോലെ ഒന്ന് എല്ലായിടത്തേക്കൊന്ന് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലായിടത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഉണക്കിയെടുക്കണം. അപ്പോൾ ഇത് ഞാനൊരു ദിവസം വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മൾ നന്നായിട്ടൊന്ന് വെയിൽ കൊള്ളിച്ചിട്ട് ഉണക്കിയെടുത്താൽ മതി. അപ്പോൾ ഇത് കണ്ടില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് കവറിൽ നിന്നും ഇതൊന്ന് വേർതിരിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇതുപോലെയാണ് കിട്ടുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരു ദിവസത്തെ വെയിൽ കൊള്ളിച്ചാൽ തന്നെ മതി. നല്ല വെയിലുള്ള സമയമാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മൾ തിന്നായിട്ടല്ലേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ഉണങ്ങി കിട്ടും. അപ്പോൾ ഇതാ ഞാൻ ഉണക്കിയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഇതാ ഇതുപോലെ ഒന്ന് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് നല്ല നൈസായിട്ടുള്ള ഗ്ലിറ്റർ കിട്ടും. അതിനുശേഷം നമുക്ക് അരിപ്പയിലുള്ളത് വീണ്ടും ഒന്ന് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് പൊടിയായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇതാ നമ്മുടെ ഗ്ലിറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് കേട്ടോ.
നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ഗ്ലിറ്ററിൻ്റെ അതേ രീതിയിൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഒരുപാട് റേറ്റ് കൊടുത്തിട്ട് പുറത്തു നിന്നൊന്നും വാങ്ങേണ്ട ഒരു ആവശ്യമില്ല. അപ്പം നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന കേക്കിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗ്ലിറ്റർ ഇത് നമ്മൾ കുറഞ്ഞ ചിലവ് തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.